ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2023-24 വർഷത്തിലെ 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനം 1ാം ദിവസം, അതായത് ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1, മധുരിമയുടെ ചിത്രപുസ്തകം നിറം നൽകി മനോഹരമാക്കുക. അപ്പോൾ എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്? ഒരു ചിത്രം തന്നിട്ടുണ്ട്, ആ ചിത്രത്തിന് നിറം നൽകാനാണ്. അപ്പോൾ കൂട്ടുകാർ അതിന് നന്നായിട്ട് നിറം കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കി നോക്കാം. പ്രവർത്തനം 2, തത്തമ്മയും മക്കളും. വായിക്കാം. വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മ തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിർ, കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു, കീ കീ കീ. കണ്ടെത്തി എഴുതാം. ആരാണ് പറന്നു വന്നത്? അപ്പോൾ ഇവിടെ പറന്നു വന്നത് ആരാണ്? അമ്മ തത്ത. അമ്മ തത്ത എന്താണ് കൊണ്ടുവന്നത്? നെൽക്കതിർ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? കീ 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 എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ കരഞ്ഞത്. തത്ത കുഞ്ഞുങ്ങൾ കരഞ്ഞത് എന്തിന് വേണ്ടിയിട്ടാണ്? വിശന്നിട്ടാണ് അവർ കരഞ്ഞത്, വിശന്നിട്ട്. ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതൂ. അപ്പോൾ ഇതിൽ ത എന്ന് വരുന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതാനാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? തത്ത, പൊത്ത്. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഇനിയും എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കി നോക്കാം. പ്രവർത്തനം 3, ശരിയായി വരച്ചു ചേർക്കൂ. അപ്പോൾ പ്രവർത്തനം 3 എന്താ? ശരിയായി വരച്ചു ചേർക്കാനാണ്. ഞാൻ ആന, ഞാൻ പൂച്ച, ഞാനാണ് പശു. അപ്പോൾ ഇതിൽ ബാക്കി അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ്? കാട്ടിൽ ജീവിക്കുന്നു, പുല്ല് തിന്നുന്നു, വീട്ടിൽ വളർത്തുന്നു, പാല് തരുന്നു, മീൻ തിന്നുന്നു, കരയിലെ ഏറ്റവും വലിയ ജീവി. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഞാൻ ആന എന്നുള്ളതിൽ ഏതൊക്കെ വരും? കാട്ടിൽ ജീവിക്കുന്നു, അതുപോലെ തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവി. ഞാൻ പൂച്ച എന്നുള്ളിടത്ത് എന്തൊക്കെ വരും? വീട്ടിൽ വളർത്തുന്നു, ദെൻ മീന് തിന്നുന്നു. ഇനി അടുത്തത് ഞാനാണ് പശു. അതേതാ വരിക? പുല്ല് തിന്നുന്നു, അതുപോലെ തന്നെ പാല് തരുന്നു. അടുത്ത പ്രവർത്തനം 4, അനുമോദന റാലി. പടത്തിൽ വരച്ചു ചേർക്കാം, നിറം നൽകാം. അപ്പോൾ ഇതിൽ നിറം നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എഴുതാം. തോരണം കെട്ടി. അപ്പോൾ അതിനുശേഷം ഇതിലുള്ള കാര്യങ്ങൾ എഴുതണം. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? ഒന്ന് അവർ തന്നിട്ടുണ്ട്, തോരണം കെട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ചെണ്ടമേളം ഉയർന്നു. ചെണ്ടമേളം ഉയർന്നു, മുത്തുകുടകൾ നിരന്നു. ഇനി അടുത്തത് പീപ്പി വിളികൾ ഉയർന്നു, പുലികളി കളിച്ചു, മധുരം വിതരണം ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കി നോക്കാം. പ്രവർത്തനം 5. അടുത്ത പ്രവർത്തനം 5, പഴങ്ങൾ. എണ്ണം എഴുതാം. അപ്പോൾ നമുക്കിത് എണ്ണി നോക്കാം. ആദ്യം മുന്തിരിയാണ്. എത്ര മുന്തിരി ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ എത്ര മുന്തിരികളാണ്? 12 മുന്തിരികൾ. ഇനി അടുത്തത് എന്താ? അടുത്തത് ചെറി പഴം. എത്ര ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ 15 എണ്ണം ഉണ്ട്. അപ്പോൾ ആ കള്ളിയിൽ 15 എന്ന് എഴുതുക. ഇനി അടുത്തത് എന്താ? വാഴപ്പഴമാണ്. 1, 2, 3, 4, 5, 6. എത്ര എണ്ണമാണ്? 6 എണ്ണം. ഇനി അടുത്തത് വലിയ കൂട്ടത്തിൽ എത്ര എണ്ണം? അപ്പോൾ അതിൽ എത്രയാണ് വലുതെന്ന് പറയുന്നത്? 15 ആണ്. അപ്പോൾ അവിടെ 15 എന്ന് എഴുതുക. എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരിക? ആദ്യം 6 വരും, പിന്നെ 12 വരും, പിന്നെ 15 വരും. ഓക്കെ, ആ ഓർഡറിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.